Hi, Namaste, welcome back to my channel Vinchena. ഇന്നത്തെ ഓപ്ഷൻസിൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് ഇന്നെന്ന് പറഞ്ഞാൽ 29th May ആണ്. ഇന്ന് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് സൈഡ് വേസ് കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് മാർക്കറ്റ് താഴ്ത്തിറങ്ങിയത്. ആ ഡൗൺ സെക്ഷൻ നല്ലൊരു ട്രേഡായിരുന്നു. ഇപ്പം മാർക്കറ്റ് 1 മണിയാകാൻ പോകുന്നു. പക്ഷേ ഇതുവരെ നമുക്ക് പ്രോഫിറ്റിലാണ്. 274 പോയിൻറ്റ്സോളം നമ്മൾ ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞിട്ട് പിന്നെയും മാർക്കറ്റ് ഇറങ്ങാൻ നോക്കി. അപ്പോൾ രണ്ടാമത്തെ ട്രേഡിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൊമെൻ്റ് ആണ് ഇതുവരെ തന്നത്. പക്ഷേ ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. മാർക്കറ്റ് അപ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നെങ്കിൽ തിരിച്ച് റിട്ടേൺസ് അടിച്ചതിന് ശേഷമാണ് പിന്നെ പോയിരിക്കുന്നത്. അപ്പം അതുപോലത്തെ മാർക്കറ്റിൽ SL കിട്ടാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്കൊരു ഡൗൺ എടുക്കണോ ഒരു അപ് ട്രെൻഡ് എടുക്കണോ കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റ്, അതായത് ഒരു റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഇൻഡിക്കേഷൻ തരും. നമുക്ക് ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സിലൊക്കെ ഐഡൻറ്റിഫൈ ട്രേഡ് ചെയ്യാനും പറ്റുകയും ചെയ്യും. അപ്പോൾ സിമ്പിളാണ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഓപ്ഷൻ ചാർട്ട് നമുക്ക് ഇതിൻ്റെ അത് ആഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ ഇപ്പോൾ ലാസ്റ്റത്തെ നമ്മൾ 54,500 നോക്കുകയാണെങ്കിൽ നമുക്ക് സിഗ്നൽ ഇപ്പോഴും ടോട്ടൽ ഒരു 100 പോയിൻറ്റ്സിന് മേളിൽ കയറിയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആണ് കിട്ടിയത്. 3 ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ലേറ്റസ്റ്റ് സ്ട്രാറ്റജിയിൽ പ്രത്യേകിച്ച് സൈഡ് വേസ് കറക്റ്റായിട്ട് തിരിച്ചറിയാം. ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ആയ ശേഷം രാവിലെ ഒരു സെല്ല് തന്നു. സെൽ സിഗ്നൽ നമുക്ക് തരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സൗണ്ട് എഫക്റ്റിൽ നമുക്ക് അലേർട്ട് മെസ്സേജ് തരും. ഈ അലേർട്ട് മെസ്സേജിൽ നമുക്ക് ഡീറ്റെയിൽസ് മുകളിൽ ഉണ്ടാവും. അതായത് സിഗ്നൽ എപ്പോൾ വന്നു, അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റ്സുകളും. അപ്പോൾ ഇതിൽ സിഗ്നൽസ് ഇവിടെ വന്ന സമയത്തും താഴത്തോട്ട് നോക്കുമ്പോൾ റെഡ് വന്നത് ഈ ക്യാൻഡിലാണ്. അവിടെ നിന്ന് അടുത്ത ക്യാൻഡിലാണ് നമ്മൾ ട്രേഡ് പിടിച്ചത്. അവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു. നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ സെല്ല് ഇപ്പോഴും കണ്ടിന്യൂ ആണ്. നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എക്സിറ്റ് ലെവലിൽ നമുക്ക് പലതരത്തിൽ, ഒന്നെങ്കിൽ കളർ മാറുമ്പോൾ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ മാർക്കറ്റിൻ്റെ അപ് ഡൗൺ ചെയ്യുന്ന അവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് അടിക്കും. ഇപ്പോൾ ഇവിടെ ട്രെൻഡ് ലൈൻ തിരിയാൻ നോക്കിയിട്ട് പിന്നെ ഇറങ്ങി. ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ കുറച്ച് റിവേഴ്സ് പോകുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാൻ പറ്റും. അതിൽ നമുക്ക് കാണിച്ചും തരും ഇവിടുന്ന് ട്രെൻഡ് ചേഞ്ച് ആയി ബുള്ളിഷിലേക്ക്, ഇപ്പോൾ M1 ബുള്ളിഷിലേക്ക് മാറി എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കറക്റ്റ് അവിടെ കിട്ടും. അപ്പം നമ്മളൊരു ട്രേഡ് എടുത്തിരുന്നാലും കുറച്ച് റിവേഴ്സ് പോകുന്നതിന് ഒരുപാട് ലോസ് ഇല്ലാതെ നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് ഈ ട്രെൻഡും അലേർട്ട് മെസ്സേജ് അതേപോലെ കളർ ചേഞ്ചസും നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് കൺസേൺഡ് സ്ട്രൈക്ക് നമ്മൾ ഏതാണ് സ്ട്രൈക്ക് എടുക്കുന്നത് അതിവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 55,400 ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് സിഗ്നൽ വന്ന് കൺഫേമായി കയറിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 100 പോയിൻറ്റ്സോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ട്രേഡ് കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് ട്രെൻഡ് ലൈൻ നോക്കി റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കി പിടിക്കാം. ഇപ്പോൾ ഇവിടെ ട്രേഡ് മിസ്സായപ്പോൾ നെക്സ്റ്റ് ട്രേഡ് റെസിസ്റ്റൻസിലെ സപ്പോർട്ടിൽ അല്ലെങ്കിൽ ആ ട്രെൻഡിലേക്ക് തിരിയുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ നോക്കിയേ, നിഫ്റ്റിയുടെ സെല്ല് വന്നതിന് ശേഷം ഇവിടം വരെ തിരിച്ചിറങ്ങി പിന്നെയും തിരിച്ച് കയറിയിട്ടാണ് പിന്നെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് രണ്ടാമത്തെ ട്രേഡ് പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു. പെട്ടെന്ന് അടിച്ചിറങ്ങി പെട്ടെന്ന് അതേപോലെ തന്നെ ബാക്ക് കയറുന്നത്. അപ്പോൾ ഒരു സ്കാൽപ്പ് അടിക്കാനുള്ളൊരു പോർഷൻ അവിടെ ഉണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ അത് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ കണ്ടു, ഇപ്പോൾ ഒരു സൈഡ് വേസ് ആണ്, കളർ മാറുന്നുണ്ട്. അപ്പോൾ ഇത് എക്സിറ്റ് ലെവലാണ്. നമുക്ക് റിവേഴ്സ് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് അടിക്കാൻ വേണ്ടി ഇൻഫർമേഷൻ തരികയാണ്. പക്ഷേ ഇവിടെ സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടില്ല. പക്ഷേ ഇതൊരു റിവേഴ്സിലേക്ക് ചാൻസ് ഉള്ളതിന് മുമ്പുള്ള വാണിംഗ് ആണ്. റിവേഴ്സിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ താഴത്തെ ഭാഗം ക്യാൻഡിൽ കളർ മാറുക. അവിടെ മാത്രം നമുക്ക് പ്രോപ്പറായിട്ടൊരു റിവേഴ്സിലേക്ക് വരത്തില്ല. അതിന് മുമ്പ് നമ്മൾ കറൻ്റ്ലി പ്രോഫിറ്റിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലോസ് ഇല്ലാതെ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വാണിംഗ് തരുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിലെ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ലൈവായിട്ട്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.